എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫെബ്രുവരി 26, 27 തീയതികളിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുൻപ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ തരുന്ന കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. പരീക്ഷയ്ക്ക് വരുന്ന ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. സോ എക്സാമിന് പോകുമ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന കറണ്ട് അഫയേഴ്സ് ഒന്നും മിസ്സാവാതെ പോവുക. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ച് തന്നെ പോവുക. അപ്പൊ നമുക്ക് ഇനി ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് MH-60 റോമിയോ ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നത്? ചോദ്യം എന്താണ്? ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് MH-60 റോമിയോ ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നത്? ഏത് രാജ്യത്ത് നിന്നാണ്? USA-യിൽ നിന്നാണ് ഇന്ത്യ വാങ്ങുന്നത്. എന്ത്? MH-60 റോമിയോ ഹെലികോപ്റ്ററുകൾ. ക്ലിയർ ആണല്ലോ? നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, സൂര്യനിൽ നിന്നുള്ള കൊറോണൽ മാസ് ഇജക്ഷനുകളുടെ ആഘാതം വിജയകരമായി കണ്ടെത്തിയത്. ചോദ്യം എന്താണ്? സൂര്യനിൽ നിന്നുള്ള കൊറോണൽ മാസ് ഇജക്ഷനുകളുടെ ആഘാതം വിജയകരമായി കണ്ടെത്തിയത്. ആദിത്യ L1 ആണ്. ആദിത്യ L1 വിക്ഷേപിച്ചത് 2 സെപ്റ്റംബർ 2023 ഓർത്തു വെക്കുക. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷൻ RPTO ആരംഭിച്ച സ്ഥാപനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷൻ RPTO ആരംഭിച്ച സ്ഥാപനം ഏതാണ്? IIT ഗുവാഹത്തി. ഗുവാഹത്തി എവിടെയാണ്? അല്ലെങ്കിൽ IIT ഗുവാഹത്തി എവിടെയാണ്? അസമിലാണ്. ഓർത്തു വെക്കുക. നമ്മുടെ നാലാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ കൂൺ ഗ്രാമം എന്താണ്? കേരളത്തിലെ ആദ്യത്തെ കൂൺ ഗ്രാമം എവിടെയാണ്? നന്ദിയോടാണ്. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, എത്രാമത്തെ ലോക്സഭ ഇലക്ഷൻ ആണ് 2024 നടക്കാനിരിക്കുന്നത്? അതായത് ഈ വർഷം നടക്കാനിരിക്കുന്നത് എത്രാമത്തെ ലോക്സഭ ഇലക്ഷൻ ആണ്? എത്രാമത്തെയാണ്? 18ാമത്തെയാണ്. ഇമ്പോർട്ടന്റ് ആണ്, ഇതും ഓർത്തിരിക്കുക. നമ്മുടെ ആറാമത്തെ ചോദ്യം, 2024 ഇന്ത്യ വിന്റർ ഗെയിംസിൽ ജേതാക്കളായത്. 2024 ഇന്ത്യ വിന്റർ ഗെയിംസിൽ ജേതാക്കളായത് മറ്റാരുമല്ല, ഇന്ത്യൻ ആർമിയാണ്. ആരാണ്? ഇന്ത്യൻ ആർമി. നമ്മുടെ ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാല. ശ്രദ്ധിച്ചേക്കുക, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാല ഏതാണ്? MG സർവകലാശാലയാണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോകരുത്. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന് തലവനായ മലയാളി. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന്റെ തലവനായ മലയാളി ആരാണ്? ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ്. ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഓക്കെ, ഓർത്തിരിക്കുക. നമ്മുടെ ഒമ്പതാമത്തെ ചോദ്യം, പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി ആരാണ്? പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആരാണ്? ആരാണ്? മറിയം നവാസ് ആണ്. ആരാണ്? മറിയം നവാസ്. ഓക്കെ. നമ്മുടെ പത്താമത്തെ ചോദ്യം, 2024 ഫെബ്രുവരിയിൽ വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 2024 ഫെബ്രുവരിയിൽ വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസ് ഏതാണ്? സാമൂരിനോറം. ഏതാണ്? സാമൂരിനോറം. അതായത് പണ്ട് ഇവിടെ ഭരിച്ചിരുന്ന സാമൂതിരിമാർക്കുള്ള ഒരു ആദര സൂചകമായിട്ടാണ് ഈ പേര് നൽകിയത്. 2024 ഫെബ്രുവരിയിൽ വയനാട്ടിൽ നിന്നുമാണ് ഇത് കണ്ടുപിടിച്ചത്. സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്, നല്ല ചാൻസ് ഉള്ളതാണ്. ഫോർ എക്സാമ്പിൾ, 2024 കേരളത്തിൽ നിന്ന് കണ്ടുപിടിച്ച പുതിയ ഇനം ഫംഗസിന്റെ പേരാണ് എന്ത്? സാമൂരിനോറം. ഒരു സ്റ്റേറ്റ്മെന്റ് ആയി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, സാമൂരിനോറം ഫംഗസിനെ കണ്ടുപിടിച്ച എവിടെ നിന്നാണ്? വയനാട് ജില്ലയിൽ നിന്നാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയി. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സാമൂതിരിമാരോടുള്ള ആദര സൂചകമായാണ് എന്ത് ചെയ്തത്? ഈ ഫംഗസിന് ഈ പേര് നൽകിയതെന്നും. മൂന്ന് സ്റ്റേറ്റ്മെന്റ് ആയി. ഇതിൽ ഏതെങ്കിലുമൊക്കെ തെറ്റിച്ച് തന്ന് നിങ്ങളോട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഉത്തരം പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2024 ഫെബ്രുവരിയിൽ വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസ്. ഏതാണ് ഫംഗസിന്റെ പേര്? സാമൂരിനോറം. ഓർത്തിരിക്കുമല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ 11ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ജില്ല ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ജില്ല. ഇതും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ജില്ല ഏതായിരിക്കും? വയനാട് ജില്ലയാണ്. ഓക്കെ, തിരുവനന്തപുരം, തൃശ്ശൂർ, എറണാകുളം ഒക്കെ ഓപ്ഷനിൽ കാണും. അപ്പം അതാണെന്നും പറഞ്ഞ ആ വഴിക്ക് പോവരുത്. ഉത്തരം ഏതാണ്? വയനാടാണ്. ഓർത്തിരിക്കുക. ഇവിടെ 12ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പിച്ച് ക്യൂറേറ്റർ ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പിച്ച് ക്യൂറേറ്റർ ആരാണ്? ആരാണ്? ജസിന്ത കല്യാൺ. ഓക്കെ, ഓർത്തിരിക്കുക.
നമ്മുടെ 13ാമത്തെ ചോദ്യം, അഫ്ഗാനിസ്ഥാനിലെ സൽമ ഡാമിന്റെ പുതുക്കിയ പേരെന്താണ്? അഫ്ഗാനിസ്ഥാനിലെ സൽമ ഡാമിന്റെ പുതുക്കിയ പേരാണ് അഫ്ഗാൻ ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ് ഡാം. അഫ്ഗാൻ ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ് ഡാം എന്നാണ് സൽമ ഡാമിന്റെ പുതുക്കിയ പേര്. ഇനി ഇത് പറയുമ്പോൾ നമുക്ക് വേറൊരു പോയിന്റ് കൂടി ഓർത്ത് വെക്കാം. എന്താണ്? അഫ്ഗാനിസ്ഥാൻ താലിബാൻ കീഴടക്കിയപ്പോൾ അവിടെ പെട്ടുപോയ ഇന്ത്യക്കാരെ രക്ഷിക്കുവാൻ വേണ്ടി ഇന്ത്യ ആരംഭിച്ച ദൗത്യമാണെന്ത്? ഓപ്പറേഷൻ ദേവി ശക്തി. ഓർത്തിരിക്കുക. ഇതും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോയുടെ നോട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. റൂട്ടഡ് ആപ്പിൽ LDCയുടെ ക്ലാസ്സുകൾ ഫുള്ള് ഫ്രീ ആയിട്ടാണ് പോകുന്നത്. നിങ്ങളുടെ പഠനത്തിലേക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും നമ്മുടെ റൂട്ടഡ് ആപ്പിന്റെ ക്ലാസ്സുകൾ. അപ്പൊ എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആഴ്ചയിൽ മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ അതിൽ നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തികച്ചും ഫ്രീ ആണ് എല്ലാ നമ്മുടെ സർവീസസും. സോ ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും കൂടുതൽ GK റിലേറ്റഡ് വീഡിയോസുമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. താങ്ക് യു.